ക്ലാസ് 6-ലെ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ലെസൺ വാട്ട് വർ ഹൗ ആൻഡ് വെൻ. ഈ ലെസണാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഐ എം ഗോയിങ് ടു റീഡ് ദ ടെക്സ്റ്റ്. റഷീദാസ് ക്വസ്റ്റ്യൻ. Rashida sat reading the newspaper. Suddenly her eye fell on a small headline. 100 years ago. How she wondered, could anyone knows what happened so many years ago? സോ റഷീദ എന്ന് പറഞ്ഞൊരു കുട്ടി ജസ്റ്റ് ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷി ഗോട്ട് ഇറ്റ് ഔട്ട്. അവൾക്കൊരു സംശയം, ഒരു ഹെഡ്ലൈൻ കണ്ടപ്പോൾ ഒരു സംശയം വന്നു. 100 years ago, 1000 വർഷങ്ങൾക്ക് മുമ്പോ, അത്ര ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, അതിനെപ്പറ്റി ആർക്കെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും എന്ന് ഈ കുട്ടി അവളുടെ മനസ്സിലൊരു ചോദ്യമായിരുന്നു. നമുക്കും ഉണ്ടാവുമല്ലോ, നമ്മുടെ പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ജീവിതം എന്നറിയാനൊരാകാംക്ഷ. ഓക്കെ, ആ ആകാംക്ഷ എങ്ങനെയാണ് ജീവിതം എന്ന് പറഞ്ഞു തരികയാണ് നമ്മുടെ ഈ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിലൂടെ. ഓക്കെ, finding out what happened. Yesterday, one could listen to the radio, watch television, read a newspaper. Last year, someone asked who remembers what about long ago. Let us see how it can be. So, ഇന്നലെ ഞാൻ ടി വിയും റേഡിയോയിലൊക്കെ കുറേ കാര്യങ്ങൾ കേട്ടു. അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ ചോദിക്കുകയാണ്, ആ ദിവസം എന്തായിരുന്നു നടന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആർക്കും പറയാൻ പറ്റുമോ? ഇല്ല, നമ്മളതൊന്നും അത്ര ഓർത്തിരിക്കില്ല. സോ നമ്മളോട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ എന്താണ് ലോങ് ഇയേഴ്സ് എഗോ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ക്യാൻ വി നോ അബൌട്ട് ദ പാസ്റ്റ്? There are several kind of things that we can find out. The people eat, the kind of clothes they wore, the houses in which they live in. We can find about the lives of hunters, herders, farmers, rulers, merchants, priests, craftspersons, artisans, musicians, and scientists. We can also find out the games children played and the stories they heard, the plays they saw, the song they sang. So, പണ്ട് കാലങ്ങളിൽ എന്തൊക്കെയായിരുന്നു മനുഷ്യർ കഴിച്ചിരുന്നത്, എന്ത് വസ്ത്രങ്ങളായിരുന്നു അവർ ധരിച്ചിരുന്നത്, അതേപോലെ എങ്ങനത്തെ ഹൗസിൽ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഉള്ള പോലത്തെ വീട്ടിലാണോ അതോ ഹട്ടിലാണോ എന്തിലാണ് ജീവിച്ചിരുന്നത്, അതേപോലെ എന്താണ് അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്, അവർ ഹണ്ടേഴ്സ് ആയിരുന്നോ, ഹേർഡേഴ്സ് ആയിരുന്നോ, ഫാമേഴ്സ് ആയിരുന്നോ, റൂളേഴ്സ് ആയിരുന്നോ, ഓരോരുത്തരുടെ ജീവിതങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട്. അതേപോലെ കുട്ടികൾ പണ്ട് കളിച്ചുകൊണ്ടിരുന്ന ഗെയിംസ് എന്തായിരുന്നു, അവർ കേട്ടിരുന്ന കഥകൾ എന്തായിരുന്നു, അവൾ പാടി നടന്ന പാട്ടുകൾ എന്തായിരുന്നു, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഹിസ്റ്ററിയെ അല്ലെങ്കിൽ നമ്മൾ പാസ്റ്റിനെ പറ്റി പഠിച്ചിരിക്കണം. സോ വേർ ഡിഡ് ദ പീപ്പിൾ ലീവ്? Find out the Narmada on map 1 page 2. People had lived along the bank of this river several hundred years ago. Some of the earliest people who lived here were skilled gatherers, that is, the people who gather their food. They know about the vast wealth of plants in the surrounding forest and collect roots, fruits and other forest products for their food. They also hunted animals. സോ നമുക്ക് നർമ്മദ റിവർ മാപ്പ് 2 നോക്കാം, പേജ് 2 നോക്കാം നർമ്മദ എവിടെയാണെന്ന്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നർമ്മദ ഒരു ആക്ച്വലി ഇന്ത്യയുടെ മിഡിലായിട്ടാണ് വരിക. ഇതിവിടെ വരും. ജസ്റ്റ് നർമ്മദ ഇതാണ്. ഓക്കെ, ഈ ഒഴുകുന്നതാണ് നർമ്മദ റിവർ. ഈ ഞാൻ റെഡ് ലൈൻ വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതാണ് നർമ്മദ റിവർ. സോ മെയിൻലി പണ്ട് കാലങ്ങളിലെ ലൈഫ് എവിടെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അന്നത്തെ ലൈഫ് നമുക്ക് നോക്കാം. എവിടെയായിരുന്നു? അലോങ് ദ ബാങ്ക് ഓഫ് ദ റിവേഴ്സ്, നദികളുടെ തീരങ്ങളിൽ. ബാങ്ക് ഓഫ് ദ റിവേഴ്സിലായിരുന്നു മെയിനായിട്ട് ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നത്. എപ്പോൾ? 100 or 1000 years ago, 100-1000 വർഷങ്ങൾക്ക് മുമ്പ്. അതിൽ സം ഓഫ് ദ ഏർലിയർ പീപ്പിൾ who were skilled gatherers എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നോക്കാം. gatherers, that is the people who gather their food. ഓക്കെ, ഈ ഡെഫിനേഷൻ എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഹൂ ഈസ് ഗ്യാദറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഫുഡ് ശേഖരിച്ച് വെക്കുന്നവർ നമ്മളെപ്പോഴും എന്ത് വിളിക്കും? ഗ്യാദറേഴ്സ് എന്ന് വിളിക്കും. ഫുഡ് ഭാവിയിലേക്ക് ശേഖരിച്ച് വെക്കും. ഓക്കെ,
അവരെയാണ് ഗ്യാദറേഴ്സ് എന്ന് വിളിക്കുന്നത്. ദേ ന്യൂ അബൌട്ട് ദ വാസ്റ്റ് വെൽത്ത് ഓഫ് പ്ലാന്റ് ഇൻ ദ സറൗണ്ടിങ് ഫോറസ്റ്റ് ആൻഡ് കളക്ട് റൂട്ട്സ് ഫ്രൂട്ട്സ്. ഈ ഗ്യാദറേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ കാട്ടിലുള്ള എന്തൊക്കെ ഭക്ഷ്യം കഴിക്കാൻ പറ്റുന്ന എല്ലാ വസ്തുക്കളെ പറ്റിയും ഒരു ധാരണ ഉണ്ടാവും. ഏതൊക്കെ റൂട്ട്സ് കഴിക്കാം, ഏതൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ പാർട്ടി ചെന്ന് എന്തൊക്കെ ടൈപ്പിലുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പ്ലാന്റ്സോ നിൽക്കുന്നുണ്ടെന്ന് ആർക്ക് ഈ ഗ്യാദറേഴ്സിന് അറിയാൻ പറ്റും. ദേ ഓൾസോ ഹണ്ടഡ് ആനിമൽസ്. അവരെന്തും ചെയ്യുമായിരുന്നു, ആനിമൽസിനെ ഹണ്ട് ചെയ്ത് വേട്ടയാടി ഭക്ഷിക്കുകയും ചെയ്യരുത്. Now find the Suleiman and Kirtar hills to the northwest. സോ നോർത്ത് വെസ്റ്റിലുള്ള സുലൈമാൻ കിർത്താർ ഹിൽസ് ആണ് കണ്ടുപിടിക്കാൻ വന്നത്. ഇപ്പോൾ സുലൈമാൻ കിർത്താർ ഹിൽസ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടതാണ് സുലൈമാൻ ആൻഡ് കിർത്താർ. ഇപ്പം ആക്ച്വലി ചിലപ്പോൾ ഈ രണ്ട് റിവേഴ്സും പാകിസ്ഥാനിലോ ആയിരിക്കാം, കാരണം ഇന്ത്യയുടെ ബോർഡർ മാറിയല്ലോ. ഇതാണ് ഇപ്പോൾ ഇന്ത്യയുടെ ബോർഡർ, കണ്ടത് ഈ കാണുന്നതാണ് ബോർഡർ. സോ അപ്പം മെയിനായിട്ട് ഇന്ത്യ ഇപ്പോൾ ബേസിക്കലി സുലൈമാനും കിർത്താറും ഇപ്പോഴത്തെ ബേസിക്കലി പാകിസ്ഥാനിലായിരിക്കും. ഓക്കെ, സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സം ഓഫ് ദ ഏരിയാസ് where women and men first began to grow crops such as wheat and barley about 8,000 years ago are located here. People also began rearing animals like sheep, goat and cattle and lived in villages. Locate Garo Hills to the northeast and the Vindhyasan center India. There were some other areas where agriculture developed. The places where rice was first grown to the north of Vindhyas. സോ നമുക്ക് നോക്കാം. അപ്പോൾ സുലൈമാനും കിർത്താറുമാണ് പണ്ട് മനുഷ്യന്മാർ ആദ്യമായിട്ട് കൃഷി അല്ലെങ്കിൽ എന്താണ് ക്രോപ്സ് ഗ്രോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത സ്ഥലങ്ങൾ. ഓക്കെ, ഏതൊക്കെയാണ് ഫസ്റ്റ് ആദ്യകാലങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത ക്രോപ്സ് എന്ന് നോക്കാം. ആദ്യമായിട്ട് മനുഷ്യർ കൃഷി ചെയ്തത് എന്താണ്, വീറ്റ് ആൻഡ് ബാർലിയാണ്. വീറ്റും ബാർലിയുമാണ് ഫസ്റ്റ് ആദ്യകാലങ്ങളിൽ മനുഷ്യർ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ദ ഗ്രോ ക്രോപ്സ് സച്ച് ആസ് വീറ്റ് ആൻഡ് ബാർലി. ഓക്കെ, വീറ്റും ബാർലിയാണ് ഫസ്റ്റ് കൃഷി ചെയ്ത് തുടങ്ങിയത് about 8,000 years ago. ആൻഡ് അതേപോലെ പീപ്പിൾ എന്ത് ചെയ്തു, ആനിമൽസിനെ റിയർ ചെയ്തും തുടങ്ങി. ലൈക്ക് ഏതൊക്കെ ആനിമൽസിനെ, ഷീപ്പ്, ഗോട്ട്, കാറ്റൽസ് എക്സെട്ര. ഈ ആനിമൽസിലേക്കാണ് എന്ത് റിയർ ചെയ്തത്. ആൻഡ് locate the Garo hills in the northeast. Garo hills in the northeast. Garo hills കണ്ടല്ലോ, ദേ ഈ കിടക്ക് എന്താണ് Garo hills കണ്ടോ. ആൻഡ് വിദ്യാസ് നമുക്ക് നോക്കണം. വിദ്യാസ് എന്ന് പറയുമ്പോൾ ദേ നമ്മുടെ നർമ്മദ റിവർ നേരത്തെ ഒഴുകിയ പോർഷനിൽ തന്നെയാണ് വിദ്യാസും വന്നത്. ഓക്കെ, സോ നമുക്ക് ഈ വിദ്യാസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അത് നമ്മൾ വായിച്ചു. ദർ വർ സം അതർ ഏരിയാസ് വേർ അഗ്രികൾച്ചർ ഡെവലപ്പ്. ഇതാണ് ആ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ. ദ പ്ലേസ് വേർ റൈസ് വാസ് ഫസ്റ്റ് ഗ്രോൺ ഔട്ട് ടു ദ നോർത്ത് ഓഫ് വിദ്യാസ്. ആദ്യമായിട്ട് റൈസ് കൃഷി ചെയ്തത് വിദ്യാസിൻ്റെ നോർത്തിലാണ്. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കും ഇതേപോലത്തെ. ട്രേസ് ദ റിവർ ഇൻഡൂസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ട്രിബ്യൂട്ടറീസ് മാർക്ക് ചെയ്തോളൂ. ട്രിബ്യൂട്ടറീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രിബ്യൂട്ടറീസ് മീൻസ് ആർ ദ സ്മോളർ റിവേഴ്സ് ദാറ്റ് ഫ്ലോ ഇൻ ടു എ ലാർജ് റിവർ. ഒരു വലിയ റിവർ വന്നിട്ട് ചെറിയ റിവറായിട്ട് ഫോം ചെയ്യണതാണ് ട്രിബ്യൂട്ടറി. ഇപ്പോൾ നോക്കാം, ഒരു വലിയ റിവർ എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ റിവർ ചെറിയ റിവേഴ്സായിട്ട് ഫോം ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ റിവേഴ്സിൽ നിന്ന് ഒരു വലിയ റിവർ ഫോം ചെയ്യുന്നതാണ് എന്ത് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, about 4,700 years ago, some of the earliest cities flourished on the bank of these rivers. Later, about 2,500 years ago, cities developed on the bank of Ganga and its tributaries and along the sea coast. അപ്പോൾ 4200 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ്, സിറ്റികൾ ഓരോ റിവേഴ്സിൻ്റെ ബാങ്കുകളിലും തീരങ്ങളിൽ ഫോം ചെയ്തു. അതേപോലെ 2500 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ്,
സിറ്റീസ് ഡെവലപ്ഡ് ഓൺ ദ ബാങ്ക്. ഏത് റിവറിൻ്റെ ബാങ്കിലാണ്? ഗംഗാ റിവറിൻ്റെയും അതിൻ്റെ ട്രിബ്യൂട്ടറീസിൻ്റെയും ബാങ്കിൽ സിറ്റീസ് ഫോം ചെയ്തതായിട്ടാണ് പറയുന്നത്. ഓക്കെ, ലൊക്കേറ്റ് ദ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് കോൾഡ് ദ സൺ. സോ ഗംഗയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ് എന്ത്? ദ സൺ എന്ന് പറയുന്നത് ഗംഗയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ്. നമ്മൾ ട്രിബ്യൂട്ടറി എന്താണെന്ന് ഇപ്പോൾ പഠിച്ചു. അപ്പോൾ ഗംഗ അതിൻ്റെ ഒരു ട്രിബ്യൂട്ടറിയാണ് സൺ. ഓക്കെ, ഇൻ ഏൻഷ്യൻ്റ് ടൈംസ് ദ ഏരിയ അലോങ് ദ റിവർ ടു ദ സൗത്ത് ഓഫ് ദ ഗംഗ വാസ് ഓൾസോ നോൺ ആസ് മഗാധ. മഗാധ എന്ന് പറയുന്നത് അടുത്തൊരു ക്വസ്റ്റ്യനാണ്. മഗാധ ഇൻ ഏൻഷ്യൻ്റ് ടൈംസ്, പണ്ട് കാലങ്ങളിൽ ഏരിയ അലോങ് ദീസ് റിവേഴ്സ്, ഈ ഗംഗാ റിവറിൻ്റെയും അതിൻ്റെ ട്രിബ്യൂട്ടറീസിൻ്റെയും തീരങ്ങളിൽ ടു ദ സൗത്ത് ഓഫ് ഗംഗ, ആ തീരങ്ങൾ മുതൽ എവിടം വരെ? സൗത്ത്, ഗംഗയുടെ സൗത്ത് വരെ മഗാധ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പണ്ട് കാലങ്ങളിൽ ഗംഗയും അതിൻ്റെ തീരത്തും എവിടം വരെ? സൗത്ത് വരെ എന്തായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്? മഗാധ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇറ്റ്സ് റൂളേഴ്സ് വെർ പവർഫുൾ ആൻഡ് സെറ്റ് അപ്പ് എ ലാർജ് കിങ്ഡം. ഓക്കെ, അപ്പോൾ ആ പോർഷനിലുള്ള റൂളേഴ്സ് എന്താണ്? ഭയങ്കര പവർഫുള്ളും അതേപോലെ തന്നെ വലിയ വലിയ കൊട്ടാരങ്ങളും കിങ്ഡങ്ങളും ഉണ്ടാക്കിയെടുത്തവരാണ്. കിങ്ഡംസ് ആർ സെറ്റപ്പ് ഇൻ അതർ പാർട്ട് ഓഫ് ദ കൺട്രീസ് ആസ് വെൽ. ഈ പാർട്ടിൽ മാത്രമല്ല, വേറെ പല ഭാഗങ്ങളിലും എന്താണ്? ഇതേപോലുള്ള കിങ്ഡംസ് സെറ്റപ്പ് ചെയ്തതായിട്ടുണ്ട്. Though people travel from one place to the subcontinent to other, hills and high mountains including Himalayas, deserts, rivers and seas made journey dangerous at times, but never impossible. So men and women move in search of livelihood and also to escape from the natural disasters like flood and drought. Sometimes the men march in armies conquering other lands beside the merchant travel with caravans or ships and carrying valuable goods from place to place. And religious teachers walked from village to village, town to town, stopping to offer instruction and advice on the way. Finally, some people, perhaps slave driven by a spirit of adventure, wanting to discover a new and exciting place. All these led to the sharing of idea between people. Why do people travel nowadays? So, എന്താണ്? പണ്ട് ആൾക്കാർ ട്രാവൽ ചെയ്തു, ഒരു പാർട്ടിൽ നിന്ന് മറ്റേ പാർട്ടിലേക്ക് ട്രാവൽ ചെയ്തു. മലകളും ഹൈ മൗണ്ടെയ്ൻസും ഹിമാലയവും ഡിസേർട്ട്സും ഒക്കെ. അന്നത്തെ ജേർണി എന്തായിരുന്നു? ഡേഞ്ചറസ് ആയിരുന്നു. കാരണം ഇന്നത്തെ പോലത്തെ ഫെസിലിറ്റീസ് ഒന്നും അന്ന് കാലങ്ങളിൽ അവൈലബിൾ അല്ല. സോ മെൻ ആൻഡ് വുമൻ മൂവ്ഡ് ഇൻ സെർച്ച് ഓഫ്. എന്തിനാണ് അവർ ഒരു പോർഷനിൽ നിന്ന് മറ്റൊരു പോർഷനിലേക്ക് ട്രാവൽ ചെയ്തത്? ഇൻ സെർച്ച് ഓഫ് ഫുഡ്, ടു എസ്കേപ്പ് ഫ്രം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ഒന്നല്ലെങ്കിൽ ഫുഡിന് വേണ്ടിയിട്ട് ഒരു പോർഷനിൽ ഫുഡ് തീരുമ്പോൾ മറ്റൊരു പോർഷൻ, കാടുകളുടെ മറ്റൊരു പോർഷനിലേക്ക് ട്രാവൽ ചെയ്യും ഫുഡിനെ സെർച്ച് ചെയ്ത്. അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് വരും, എന്നല്ലെങ്കിൽ ഫ്ലഡ്, ഡ്രൗട്ട്, വരൾച്ചയോ വെള്ളപ്പൊക്കമോ എന്തെങ്കിലും വരുമ്പോൾ എന്ത് പറ്റും? അവർക്ക് അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടും അവർ പല ഭാഗങ്ങളിലേക്ക് മാറും. പിന്നെ വന്നത് മെർച്ചൻസ്. പല പല മെർച്ചൻസ് ഷിപ്പുകളിലും വലിയ വലിയ കാരകളിലും പല ഗുഡ്സ് ആയിട്ട് ഒരു പ്ലേസിൽ നിന്ന് മറ്റ് പ്ലേസിലേക്ക് ട്രാവൽ ചെയ്യും. ആൻഡ് റിലീജിയസ് ടീച്ചേഴ്സും സെയിം തന്നെ ഓരോ ടൗണിൽ നിന്ന് മറ്റേ ടൗണിലേക്ക് ട്രാവൽ ചെയ്യും. ഫൈനലി പീപ്പിൾ പെർഹാപ്സ് ട്രാവൽ ബൈ സ്പിരിറ്റ് ഓഫ് അഡ്വഞ്ചർ വാണ്ടിങ്. അത് കഴിഞ്ഞ് ഇപ്പം മിക്ക മനുഷ്യരും എന്തിനാണ് ട്രാവൽ ചെയ്യുന്നത്? അഡ്വഞ്ചേഴ്സ്, പുതിയ പുതിയ കാര്യങ്ങൾ കാണാൻ അല്ലേ? ഡിസ്കവർ ന്യൂ ആൻഡ് എക്സൈറ്റിംഗ് പ്ലേസസ്, പല പല സ്ഥലങ്ങൾ കാണാനും. അതേപോലെ മെയിനായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഇതാണ് ഷെയറിങ് ഓഫ് ഐഡിയാസ് ബിറ്റ്വീൻ പീപ്പിൾ. നമ്മൾ അവിടെയുള്ള കൾച്ചറും ഒക്കെ പരിചയപ്പെടുകയും അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അതാണ് ഷെയറിങ് ഓഫ് ഐഡിയ ബിറ്റ്വീൻ പീപ്പിൾ. Why do people travel nowadays? Look at the map once more. Hills, mountains and seas from the natural frontiers of subcontinent. While it is difficult to cross these frontiers for those who did scale the mountain cross the sea. Perhaps from across the frontiers also came into the subcontinent and settled here. So
പല പല ആൾക്കാരും ഇതേപോലെ മൗണ്ടെയ്ൻസും ഹിൽസും ഒക്കെ താണ്ടി എവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ കൺട്രിയിലും വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ സെറ്റിലായവരുമുണ്ട്. These movements of people enrich our culture, tradition. People have shared new ideas of carving stone, composing music, and even cooking food for thousands years ago. സോ ഇതേപോലുള്ള മൂമെൻറ്റ്സ് കാരണം എന്ത് പറ്റി, നമ്മുടെ കൾച്ചറുകളും ട്രഡീഷൻസും ഒക്കെ എന്ത് ചെയ്തു, ഷെയർ ചെയ്ത് പോയി. അതേപോലെ സ്റ്റോൺ കാർവിങ്ങിലെ പുതിയ പുതിയ ഐഡിയാസും മ്യൂസിക് കമ്പോസിങ്ങിലെയും അതേപോലെ കുക്കിങ്ങിലും ഒക്കെ എന്താണ്, വർഷങ്ങൾക്ക് മുമ്പേ പുതിയ പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ ഷെയർ ചെയ്താണ് ഇപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡ് വരെ എത്തിയത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന മ്യൂസിക് വരെ എത്താൻ കാരണം പല പല പോർഷൻസ് ഓഫ് എർത്തിൻ്റെ എല്ലാ പോർഷനിൽ നിന്നുള്ള ഐഡിയാസ് ഷെയർ ചെയ്ത് വന്നിട്ടാണ് ഇപ്പം എന്താണുള്ളത് അതായിരിക്കുന്നത്. ഓക്കെ, പോർഷൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. സോ താങ്ക് യു.